എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. കൂടാതെ നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026 Seven of Pentacles, Four of Wands, Page of Pentacles, Four of Pentacles, Eight of Pentacles, and Hierophant energy. ഫസ്റ്റ് 7 ഓഫ് പെൻഡക്കിൾ എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു കോപ്പറേഷൻ, ഒരു കമ്മ്യൂണിറ്റി, ഒരു ക്ലോസ്നെസ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുപ്പമുള്ള ആളുകൾ, അതായത് നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികളായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും, ഈവൻ സഹോദരങ്ങൾ, സിബ്ലിങ്സ് ആയിരിക്കും, നല്ലൊരു കണക്ഷൻ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് ആളുകളായിട്ട് ചേർന്നിരിക്കാൻ പറ്റുന്നു, സന്തോഷം നൽകാൻ പറ്റുന്നു, പുതിയ ഐഡിയാസ് ലൈഫിൽ വരുന്നു, ഒരു ക്ലാരിറ്റി ലൈഫിൽ ഉണ്ടാകുന്നു. ന്യൂ ഡോർ ഈസ് ഓപ്പണിംഗ് ഫോർ യു എന്നുള്ളൊരു എനർജി ഉണ്ട്. അപ്പോൾ അതായത് ജീവിതത്തിൽ ഒരു പുതിയ വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നു. അപ്പോൾ ഇത് എല്ലാ അർത്ഥത്തിലും പറയുകയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. സാമ്പത്തികമായിട്ട്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാവാം, അത് കൂടാതെയുള്ള കാര്യങ്ങളിലുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലി മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ച തരത്തിലുള്ളൊരു പൊസിഷൻ, മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു എനർജി വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളൊരു മാറ്റവും അതേപോലെ തന്നെ ഒരു ഉയർന്ന പോസ്റ്റും ഒരു പൊസിഷനും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഹെവി കോമ്പറ്റീഷൻ ഒന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നില്ല. കാരണം ആ ഒരു സമയത്ത്, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളായിരിക്കും ഏറ്റവും ആ ഒരു പൊസിഷനിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു വലിയ കോമ്പറ്റീഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉയരത്തിലേക്ക് പോകാം. ഓഫീസ് പൊളിറ്റിക്സോ കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്ന്. അതേപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ളതെന്ന് മാറി കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇതിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ഓൺലൈനിലാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ മറ്റു തരത്തിൽ ടെക്നോളജി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിൽ അപ്ഡേഷൻ ബിസിനസ്സിലോ ജോലിയിലോ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് 4 ഓഫ് വൺസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു 4 ഓഫ് വൺസ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു എനർജി, അതായത് 4 ഓഫ് വൺസ് എനർജി എന്ന് പറയുന്നത് സെലിബ്രേഷൻ ആണ്, സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരു മൈൽ സ്റ്റോൺ ജീവിതത്തിലുണ്ടാകുന്നു, ഒരു സ്റ്റെബിലിറ്റി ജീവിതത്തിലുണ്ടാകുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, ഇറ്റ്സ് ടൈം ടു ബി ഹാപ്പി. അതായത് ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറയാം. കണക്റ്റിംഗ് വിത്ത് ഫ്രണ്ട്സ്, സൗഹൃദങ്ങൾ, റിലാക്സ് ചെയ്യാം, നെഗറ്റീവ് എനർജീസ് ഒക്കെ റിലീസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയാം. കാരണം നമ്മൾ കുറച്ചധികം നാളായിട്ട് മനസ്സിൽ പിടിച്ചു വെച്ചിട്ടുള്ള നെഗറ്റീവ് എനർജി, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ അത് ഫൈനലി റിലീസ് ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളിലിരുന്ന സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഹാപ്പിനെസ്, ഹാർമണി എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാംത്ത്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സന്തോഷം നിലനിർത്താനായിട്ട് പറ്റുന്നു. പിന്നെ ഏതോ ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു സെലിബ്രേഷൻ. ഒന്നുകിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത്, അടുത്ത ബന്ധമുള്ള വ്യക്തികളാവാം സുഹൃത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കസിൻസ്, ചില ആളുകൾ നല്ല സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട്. എങ്ങനെയായാലും ഈ സുഹൃത്തുക്കളുടെ വിവാഹമോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ ആയിരിക്കും. സ്വന്തമായിട്ട് അവർ വീട് വയ്ക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന അത്രയും അടുപ്പമുള്ളൊരു വ്യക്തിയാണ്.
അപ്പോൾ അങ്ങനെയുള്ളൊരു സന്തോഷങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ടൊരു മാറ്റം കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ജോലിയിൽ ഒരു ഉയർച്ചയേക്കാൾ കൂടുതൽ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്നൊരു മാറ്റമാണ്. കാരണം ഇപ്പോൾ ഉള്ള ജോലിയിൽ നിങ്ങൾക്കൊരു അതൊരു ഫീൽ ഗുഡ് തോന്നുന്നില്ല. വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എൻവയൺമെൻറ്റ് വളരെയധികം പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പോൾ ഓഫീസ് പൊളിറ്റിക്സ് കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു എന്തൂസിയാസം വർക്കിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ തുടരണമെന്നില്ല, പക്ഷേ സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു ജോലി വേണമെന്നുള്ളത് കൊണ്ട്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് ആ ജോലിയിൽ തുടരുന്നു. പക്ഷേ നിങ്ങൾ ജോലിയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ജോലി മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രമിക്കുക പുതിയ ജോലിക്ക്. വെറുതെ ഇരുന്നാൽ ആരും ജോലി കൊണ്ടുതരില്ല. അപ്പോൾ പുതിയ ജോലിക്ക് ശ്രമിക്കുക. നിങ്ങൾ പുതിയ ജോലിയിലേക്ക് കയറുന്ന ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ്. കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് റിഗാർഡ്ലെസ് ഓഫ് എന്താ പറയുക, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പറ്റുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് ഇത് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കാം. കാരണം നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ഹൗസ് അതായത് സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഉള്ള ജോലി ക്വിറ്റ് ചെയ്തിട്ട് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. പുതിയ ജോലിയിലേക്ക് നിങ്ങൾ ശ്രമിച്ചാൽ പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഡയറക്റ്റ്ലി ഇതിൽ നിന്ന് പുതിയതിലേക്ക് മാറുക എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഒന്ന് ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ പുതിയ പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്നതിലൂടെ ബിസിനസ് വീണ്ടും പഴയ അതായത് നല്ല ഉയർച്ചയിലേക്ക് പോവുകയും നിങ്ങളെ സന്തോഷത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ അതായത് ഈ നേട്ടങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുക, സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനാവശ്യമായിട്ട് മൈൻഡിൽ നെഗറ്റീവ് ഫീലിംഗ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഓം സൂര്യായ നമ എന്നുള്ളൊരു മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. പല സാഹചര്യങ്ങളും നിങ്ങൾ ഒത്തിരി ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ അത് നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിലേക്ക് ഒരു ലൈറ്റ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വെളിച്ചം തിരിച്ചു വരുന്നു. ഈ ഒരു മന്ത്രം ജപിക്കുന്നത് അത് രാവിലെ ചെയ്യുന്നതായിരിക്കും സൂര്യോദയ സമയത്ത് വളരെ നല്ലത്. പക്ഷേ ഇത് നിങ്ങളെ ഹീൽ ചെയ്യുക കൂടിയാണ്. അതായത് സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധി ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഇല്ല. നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിച്ച് കൂട്ടുന്നത് ഒഴിവാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതായത് 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയിൽ നിന്ന് 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയിലേക്കാണ്. അപ്പോൾ ഇത് ഒറ്റ വാക്കിൽ പറയാൻ ഡബിൾ ആയിട്ട് ഇൻകം കൊണ്ടുവരാൻ പറ്റുന്ന സാമ്പത്തിക നേട്ടം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഈ മാസം പറ്റും. ആദ്യം നിങ്ങളുടെ ആ ഒരു ചിന്താഗതി മാറ്റമാണ് വേണ്ടത്. നല്ല സൗഹൃദങ്ങൾ, നല്ല കൊളാബറേഷൻസ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളുണ്ട്. നല്ല സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മാനിഫെസ്റ്റ് ചെയ്യാൻ പല കാര്യങ്ങൾ, ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ സമയം കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടും സാറ്റേണിൻ്റെ എനർജി ഉണ്ട്, അതായത് ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഹാർഡ് വർക്ക് ചെയ്തത് അതിനുള്ള ഫലം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കും. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കില്ല. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഒന്നും ലഭിച്ചില്ല എന്ന് പറയും. ഇപ്പം അങ്ങനെയല്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ കൃത്യമായിട്ട് അതിനുള്ള ഫലം ലഭിക്കുന്ന സമയമാണ്. ഹെയർഫെൻറ്റ് എനർജിയാണ്, ജസ്റ്റിസ് ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ പ്രാർത്ഥനകൾ, ആത്മീയ കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളിലും നിങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാം. ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്മ്യൂണിറ്റി, ഇപ്പോൾ ഒരു മതപരമായിട്ടുള്ള എന്തിൻ്റെയെങ്കിലും ഭാഗവക്കായി അല്ലെങ്കിൽ മെമ്പർഷിപ്പുള്ള എന്തിൻ്റെയെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളും ദൈവവും തമ്മിൽ അല്ലെങ്കിൽ നിങ്ങളും ആ പ്രപഞ്ചശക്തിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് നേരിട്ടാവാം എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, ആ ഒരു പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകുക. ഇടനിലക്കാരുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാർ, പ്രായമായിട്ടുള്ള ആളുകൾ, നിങ്ങൾ അടുത്തിടയ്ക്കായിട്ടൊരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടിട്ട്
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മീയവും അതുപോലുള്ള കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊരു സംഘടനയുടെ ഇതിൻ്റെ പാർട്ടായിട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോവുക. നിയമങ്ങൾ, റൂൾസ് നിങ്ങൾക്ക് സൃഷ്ടിക്കാം. മറ്റുള്ളവരുടെ ഇതിനനുസരിച്ച് പോകേണ്ട ആവശ്യമില്ല എന്ന് കൂടി പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.